വന്ന് മേൽക്കൂരയുടെ പണി തീർന്നപ്പോൾ ദേവസ്വം ബോർഡ് വീണ്ടും ഒരു റിക്വസ്റ്റ് കൊടുത്തു. ഈ സ്വർണം അധികം വരാൻ സാധ്യതയുണ്ടെങ്കിൽ ഞങ്ങളുടെ ഈ ദ്വാരപാലക വിഗ്രഹങ്ങൾ കൂടി ശരിയാക്കി തരണം. അങ്ങനെ അവർ അന്ന് ഇത് മെർക്കൂറിക് പ്രോസസ്സിലാണ് അത് ചെയ്തത്. മെർക്കൂറിക് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കൊടിമരം, ഞങ്ങൾക്കൊരു 250ഓളം കൊടിമരങ്ങൾ, സ്വർണം പതിച്ച കൊടിമരങ്ങളുണ്ട്. അപ്പം അതിൽ ഈ നമ്മുടെ സ്വർണം എടുത്ത് ഷീറ്റുകളാക്കി, അത് മെഷീനിലോ അല്ലെങ്കിൽ ഹാൻഡ് മെയ്ഡിലോ ഷീറ്റുകളാക്കി നോട്ട്ബുക്കിനകത്ത് വയ്ക്കും. ഇത് ചെമ്പ് പറയിൽ മെർക്കുറി ഒട്ടിച്ച് തേച്ച് ഒട്ടിച്ചു വയ്ക്കും. അപ്പോൾ അത് ഈ പ്രദേശത്തിൻ്റെ ഈ കൊടിമരം അഥവാ ഈ സ്ഥാപനം എവിടെ ഇരിക്കുന്നു ആ പ്രദേശത്തിൻ്റെ കാലാവസ്ഥയ്ക്കനുസരിച്ചാണ് വ്യതിയാനങ്ങൾ. ചിലപ്പോൾ 5 ഷീറ്റ് ഒട്ടിക്കുമ്പോൾ തന്നെ നല്ല ഗ്ലേസിങ് കിട്ടും. ചിലപ്പോൾ 7 ഷീറ്റ് ഒട്ടിക്കേണ്ടി വരും. കടൽ തീര ഏരിയയിലാണെങ്കിൽ 9 ഷീറ്റ് വരെ ഒട്ടിക്കേണ്ടി വരും. ഇതിങ്ങനെ ഒട്ടിച്ച് പിടിപ്പിച്ചിട്ട് നല്ല ഒലയിൽ കൽക്കരിയിട്ട് ചൂട് പിടിച്ച്, ചിലത് മിഷൻ കൊണ്ട് ചൂട് പിടിപ്പിക്കും. ചൂട് പിടിച്ച് അതിൽ കറക്കി ഉരുക്കി ഒട്ടിച്ച് അമാൽഗമേഷൻ പ്രോസസ്സിങ്ങാണ് ചെയ്യുന്നത്. ഇതിങ്ങനെയാണ് നമ്മളെ കൊടിമരങ്ങളും ഈ ശബരിമല ഈ ശ്രീകോവിലിൻ്റെ പണിയും. അതുപോലെ തന്നെ ശ്രീകോവിലിൻ്റെ ചുവരുകളിലുള്ള അയ്യപ്പ ചരിതങ്ങളുടെ അതിലും സ്വർണം പൂശിയിരുന്നു. ദ്വാരപാലക വിഗ്രഹങ്ങളുടെ മുഖമൊഴിച്ചിടത്തെല്ലാം സ്വർണം പൂശിയിരുന്നു. ഇതെല്ലാം സ്വർണം ഡയറക്റ്റ് പൂശാൻ പറ്റില്ല. അതുകൊണ്ട് അത് ശിലയാണ്. അതുകൊണ്ട് ചെമ്പ് കൊണ്ട് ആ രൂപമുണ്ടാക്കി പതിപ്പിച്ച് അതിലാണ് ഈ സ്വർണ്ണ പാളികൾ അല്ലെങ്കിൽ സ്വർണ്ണ ഷീറ്റുകൾ ഒന്നിനുമേൽ ഒന്നായി ഒട്ടിച്ച് ചേർത്ത് ഈ അമാൽഗമേഷൻ പ്രോസസ്സിങ് ഈ പറഞ്ഞ 999 പൂർത്തിയായതനുസരിച്ച് ഈ UV ഗ്രൂപ്പ് ഒരു ഇൻവെൻട്രി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് കൈമാറി. അങ്ങനെ 30.3 കിലോ സ്വർണം, ഈ നമ്മുടെ ശ്രീകോവിലിൻ്റെ മേൽക്കൂര, അവിടുത്തെ സ്തൂപിക എന്ന് പറഞ്ഞാൽ താഴികക്കുടങ്ങൾ, അതിൻ്റെ വശങ്ങൾ, അതിൻ്റെ പിന്നെ കമാനം, അതിൻ്റെ ശ്രീകോവിലിൻ്റെ കതക്, ഇതിലെല്ലാം ഞങ്ങൾ ഇത്ര സ്വർണം പതിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഇത് ഹാൻഡ് ഓവർ ബോർഡിന് സമർപ്പിക്കുന്നു. ബോർഡിന് സമർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ബോർഡിലെ ഉദ്യോഗസ്ഥന്മാരുടെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ അത് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറുടെ ഉത്തരവാദിത്തമാണ്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ എല്ലാ ദേവസ്വങ്ങളിലും 4-ാം നമ്പർ എന്ന് പറഞ്ഞ രജിസ്റ്റർ ഉണ്ട്. വാല്യബിൾസിൻ്റെ, അത് വില പിടിച്ച ഉരുപ്പടികളുടെ വിവരം ശേഖരിച്ചു വയ്ക്കുന്ന ഒരു രജിസ്റ്ററാണ്. അതിൽ ഈ ഏത് ഭക്തൻ സ്വർണം വെള്ളി സാധനങ്ങൾ തന്നാൽ അത് തിരുവാഭരണ വിഭാഗത്തിലും, അതുപോലെ ഈ മെറ്റലുകൾ തന്നാൽ അത് ഭരണിപാത്ര വിഭാഗത്തിലും, അത് പട്ട് പരിവട്ടം എന്ന് പറഞ്ഞാൽ പട്ട്, ആലവട്ടം, വെഞ്ചാമരം ഇതൊക്കെ തന്നാൽ ഞങ്ങൾ പട്ടുപരിവട്ട അധ്യായത്തിലും, മറ്റിനം അതായത് ദീപയഷ്ടി, ഇരുമ്പ്, അങ്ങനെയുള്ള ബെഞ്ച്, കസേര ഇതൊക്കെ മറ്റിനം. ആ രജിസ്റ്റർ 4 അധ്യായങ്ങളുണ്ട്. അത് വലിയൊരു രജിസ്റ്ററാണ്. അതിലെ നമ്പരിട്ട് അതിലെ ഏകമാനം, അളവ്, തൂക്കം, അപ്രൈസറെ കൊണ്ട് അതിൻ്റെ മാറ്റ് ഇതെല്ലാം രേഖപ്പെടുത്തി റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ പറഞ്ഞ 1999. അത് പിന്നെ ദേവസ്വമാണ്, ദേവൻ്റെ ധനമാണ്. ആ ദേവൻ്റെ ധനം സൂക്ഷിക്കാനുള്ള ചുമതല ഞങ്ങളുടെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർക്കും അവിടുത്തെ എക്സിക്യൂട്ടീവ് ഓഫീസർക്കും, അതുപോലെ തന്നെ അത് യഥാർത്ഥത്തിൽ സൂക്ഷിക്കുന്നുണ്ടോ, ശബരിമലയിൽ പൂജകൾ സംവിധാനം നടത്തുന്നുണ്ടോ, ആചാരം നടത്തുന്നുണ്ടോ, ഇതാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് ആ സെക്ഷനിൽ HRA ആക്ടിൽ 2-3 ചുമതലകളുണ്ട്. അത് സെക്ഷൻ 3, 15, 16, 31 ഇങ്ങനെ വേർതിരിച്ചു അവരുടെ ചുമതല. അവർ ട്രസ്റ്റികളാണ്. ഈ 1255 ദേവാലയങ്ങളിലിരിക്കുന്ന വിഗ്രഹങ്ങളെല്ലാം മൈനറുകളാണ്. ആ മൈനറുകളുടെ സ്വത്തും സ്ഥാവര ജംഗമ സ്വത്തുകൾ, അവരുടെ ആചാരങ്ങൾ, അവരുടെ പൂജകൾ, അവരുടെ ഉത്സവങ്ങൾ, അവരുടെ മറ്റടിയന്തരങ്ങൾ, അവർക്കുള്ള അറ്റകുറ്റപ്പണികൾ ഇതൊക്കെ ചെയ്യാനുള്ള ട്രസ്റ്റിഷിപ്പാണ്. എന്ന് വെച്ചാൽ അതിൻ്റെ ചുമതലക്കാരാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റും അംഗങ്ങളും. അവർക്ക് മാനവേതനമാണ് നിശ്ചയിച്ചിട്ടുള്ളത്. മാനവേതനം എന്ന് പറഞ്ഞാൽ അവർ വളരെ മഹനീയമായ മാന്യമായ ഒരു തൊഴിലാണ്, ഒരു ഉത്തരവാദിത്വം നിർവഹിക്കുന്നുകൊണ്ടാണ് അവർക്ക് മാനവേതനം നിശ്ചയിച്ചത്. അവർക്ക് ക്യാബിനറ്റ് മിനിസ്റ്റർ റാങ്കിലുള്ള യാത്രപ്പടികളും കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം അതവിടെ ഒരു ഭാഗത്ത് നിൽക്കട്ടെ. ഇങ്ങനെ 1999 തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ അല്ലെ ശബരിമല ക്ഷേത്രത്തിൻ്റെ സൂക്ഷിപ്പിലും ഈടിലും തിരുവാഭരണ രജിസ്റ്ററിൽ എൻട്രി ചെയ്ത സാധനത്തിന് എന്തെങ്കിലും കേടുപാടുകൾ പിൽക്കാലത്തുണ്ടായാൽ ഞങ്ങളുടെ പൊതു ഉത്തരവുകളുണ്ട്, പൊതു സ്റ്റാറ്റ്യൂട്ടുണ്ട്.